കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡൻറ്റ് ഭയങ്കര വിഷമിച്ചിരിക്കുന്നുണ്ടപ്പോൾ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, സാർ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു, പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ആ ജോലി കിട്ടിയില്ല. അപ്പോൾ ആൾ ഫ്രഷറാണ്, ജസ്റ്റ് ഇപ്പോൾ ഡിഗ്രി പാസ് ഔട്ട് ആയിട്ടായിരുന്നു. അപ്പോൾ തന്നെ ആളുടെ അടുത്ത് എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നു, ജോലി കിട്ടിയില്ല. ഇനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന സാലറി എത്രയാണ്? വളരെ ചുരുങ്ങിയ ഒരു എമൗണ്ടാണ് ചിലപ്പം കിട്ടുക, അല്ലേ? അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മളുടെ നാട്ടിൽ ഡിഗ്രി പാസ് ഔട്ട് ആയിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണയില്ല. അതിനെക്കുറിച്ച് ഒന്ന് അറിയിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ ഒരു ഡിഗ്രിക്കാരന് സ്റ്റാർട്ടിങ് 1,80,000 രൂപ സാലറി ലഭിക്കുന്ന ഒരു ജോലിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ജോലി ഇന്ത്യയിലുണ്ട്. എന്താണെന്നല്ലേ പറയാം. നിങ്ങൾക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല, നിങ്ങളൊരു ഡിഗ്രിക്കാരനാണെങ്കിൽ ഈ പോസ്റ്റിലേക്ക് സെലക്ഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് 1,80,000 രൂപ സാലറി ആയിട്ട് ലഭിക്കും. ഏതാണ് ആ ജോലിയെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. പറയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഗ്രേഡ് ബി പോസ്റ്റിലേക്ക്, ഓഫീസർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് 1,80,000 രൂപ സാലറി ലഭിക്കും. കൂടെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രീഫ് കേസ് വാങ്ങാൻ വരെയുള്ള അലവൻസുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് നൽകും. സാധാരണ ഒരു ബാങ്കിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക്, അലവൻസുകൾക്ക് പുറമെയാണ് ഞാൻ ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1,80,000 രൂപ കയറുമ്പോൾ തന്നെ ഒരു ആൾക്ക് കയ്യിൽ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് ലഭിക്കുന്നു. കൂടാതെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ. ഈ പോസ്റ്റിലേക്ക് അധികം വൈകാതെ തന്നെ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് പഠിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതൊരു തെറ്റായ തീരുമാനമാണ്. എന്താണെന്നല്ലേ, 3 സ്റ്റേജുകളാണ് ഈ എക്സാമിനുള്ളത്. ഒന്ന് ഒരു ഫേസ് 1 എക്സാമിനേഷൻ, ഒരു ഫേസ് 2 എക്സാമിനേഷൻ, ഇൻ്റർവ്യൂ. വൺസ് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഫുൾ സിലബസ് കവർ ചെയ്യുകയും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും സാധിക്കും. പ്രിലിമിനറി എക്സാമിന് പകരമല്ല ഈ ഫേസ് 1 എക്സാമിനേഷൻ. ഫേസ് 1 എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ ബാങ്ക് എക്സാമിന് നടക്കുന്ന പോലെ ജനറൽ അവയർനെസ് ഉൾപ്പെടെയുള്ള എല്ലാ ബാങ്കിങ് ടോപ്പിക്കുകൾ, റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ ഫേസ് 1 എക്സാമിനേഷൻ. ഓക്കെ, സാധാരണ പ്രിലിമിനറി എക്സാമിന് ജനറൽ അവയർനെസ് ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ എന്തും കൂടി ഉണ്ടായിരുന്നു, ജനറൽ അവയർനെസ് ഉള്ള ഫുൾ ആയിട്ടുള്ള സിലബസ് ഉള്ള ഒരു എക്സാമിനേഷനാണ് ഫേസ് 1 എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്താണ് ഫേസ് 2-ൽ വരുന്നത്? ഫേസ് 2 എക്സാമിനേഷൻ ഡിസ്ക്രിപ്റ്റീവ് മോഡലിലുള്ളതാണ്. ഓക്കെ, ഒപ്പം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതേപോലെയാണ് ഇൻ്റർവ്യൂ കൂടി വരുന്നത്. അപ്പോൾ ഈ 3 കടമ്പകൾ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് പ്രവേശിക്കുക. ഒപ്പം തന്നെ ഒരുപാട് ആനുകൂല്യങ്ങളും പ്രമോഷൻ സാധ്യതകളും ഉള്ളതാണ് RBI ഗ്രേഡ് ബി എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.